ഹലോ എവ്രി വൺ. കോർ സെൻറ്റർ ഓഫ് റിഗ്രസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേഴ്സ്പെക്റ്റീവ്സ് ഇൻ ജോഗ്രഫിയാണ്. അതായത് ഒരു ജോഗ്രഫിയുടെ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിച്ചതായ വ്യത്യസ്ത തരത്തിലുള്ള ചിന്താധാരകളെക്കുറിച്ചാണ് ഇനിയുള്ള സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേ ഓഫ് തിങ്കിങ് ആയിട്ടുള്ള പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഓക്കെ, അപ്പം പോസിറ്റിവിസം എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ മൂവ്മെൻ്റ് ആണ്. നോളേജിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് തന്നെ ആയിരിക്കണം എന്ന് പറയുന്നതായ ഒരു കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ ഒരു വേ ഓഫ് തിങ്കിങ് ആണ് പോസിറ്റിവിസം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, അതിനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുകയും മെഷർ ചെയ്യുകയും ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ പ്രൂവ് ചെയ്യുകയും ചെയ്യണം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനെയാണ് നമ്മൾ പോസിറ്റിവിസം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം അന്ന് വരെ നിലനിന്നിരുന്ന റിലീജിയസ് ആയിട്ടുള്ള ചിന്തകളെയും അതുപോലെ തന്നെ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യത്തിന് ബിയോണ്ട് ആയിട്ട് നിൽക്കുന്നതായ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറത്തേക്ക് എന്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിലും അതൊരു നോളേജ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യണമെങ്കിലും അത് കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻസിൻ്റെയും മെഷർമെൻറ്റിൻ്റെയും ഫാക്റ്റുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കണമെന്ന, ചുരുക്കത്തിൽ സയൻറ്റിഫിക് ആയിരിക്കണം എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു വേ ഓഫ് തിങ്കിങ് ആണ് പോസിറ്റിവിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് 1830കളിൽ ഫ്രഞ്ച് ഫിലോസഫർ ആൻഡ് മാത്തമാറ്റീഷ്യൻ ആയിരുന്ന ഓഗസ്റ്റ് കൊമറ്റയുടെ ഒരു കാഴ്ചപ്പാടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഇംപീരിസിസം അല്ലെങ്കിൽ കൊമറ്റിസം തുടങ്ങിയ പേരുകളിലൊക്കെ തന്നെ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, അതായത് ഈ പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഉരുത്തിരിഞ്ഞ് വരികയും അത് ലോകമെമ്പാടും പ്രചാരത്തിൽ കൊണ്ടുവരികയും ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ പുസ്തകമാണ് കോഴ്സ് ഓഫ് പോസിറ്റീവ് ഫിലോസഫി എന്ന് പറയുന്ന പുസ്തകം. 1830നും 1842നും ഇടയിൽ ഏകദേശം 6ഓളം വോള്യൂംസ് ഇതിൻ്റെതായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൊമറ്റയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് കോഴ്സ് ഓഫ് പോസിറ്റീവ് ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പോൾ ഫിലോസഫി ഓഫ് പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു പുസ്തകത്തിലാണ്. ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ലോ ഓഫ് 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റും 3 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് കൊമറ്റയ്ക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ആ ഒരു അഭിപ്രായത്തെയാണ് ലോ ഓഫ് 3 സ്റ്റേജസിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോ ഓഫ് 3 സ്റ്റേജസും ഫിലോസഫി ഓഫ് പോസിറ്റിവിസവും ഇൻക്ലൂഡ് ആയിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമായ കോഴ്സ് ഓഫ് പോസിറ്റീവ് ഫിലോസഫി എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. അപ്പം എന്താണ് ഈ ലോ ഓഫ് 3 സ്റ്റേജസ്? ജസ്റ്റ് നമുക്കതൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിനകത്ത് 3 സ്റ്റേജസ് ആണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു ഹ്യൂമൻ്റെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റും ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റും ഒക്കെ ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് കൊമറ്റി അഭിപ്രായപ്പെടുന്നത്. അതായത് 3 ഘട്ടം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ടെലിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ ആൻഡ് പോസിറ്റീവ് എന്ന് പറയുന്ന 3 സ്റ്റേജസ് ആണ്. അപ്പോൾ ടെലിയോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പല വീഡിയോസിലും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വെൻ എവ്രിതിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഗോഡ്സ് വിൽ എന്നുള്ളതാണ്. അതായത് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പവറാണ് എല്ലാത്തിനെയും നിർണ്ണയിക്കുന്നത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മഴ പെയ്യുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ അതാണ് ആ സൊസൈറ്റിയുടെ ഒരു ഹ്യൂമൻ്റെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഈ സൂപ്പർ നാച്ചുറൽ പവറിനെ പതുക്കെ ഒഴിവാക്കിക്കൊണ്ട് കുറച്ചുകൂടെ ഫാക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയാസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ കൺസെപ്റ്റ് നമ്മൾ പറയുകയാണ്. അപ്പം ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയണമെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞു മഴ പെയ്യുന്നത് ദൈവാനുഗ്രഹം കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യത്തെ സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മഴ പെയ്യുന്നത് പ്രകൃതിയുടെ വരദാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മെറ്റാഫിസിക്കൽ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ചുകൂടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെറ്റാഫിസിക്കലിൽ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം അതിന്
ഒരു ശാസ്ത്രമായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതേസമയം എന്തല്ല, ഒരു ഒരു പഴഞ്ചനായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമല്ല, ഇൻ ബിറ്റ്വീൻ, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റേജാണ് മെറ്റാഫിസിക്കൽ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ സ്റ്റേജാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പം പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളേജ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ, എക്സ്പീരിമെൻറ്റേഷൻ ആൻഡ് സയൻറ്റിഫിക് ലോസ്. അപ്പം നമ്മുടെ അറിവ് അല്ലെങ്കിൽ നോളേജ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻസിൻ്റെയും നിരന്തരമായ പരീക്ഷണങ്ങളുടെയും ശാസ്ത്രീയമായ നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 3 സ്റ്റേജിലൂടെയാണ് ഒരു സൊസൈറ്റിയുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്നാണ് കൊമറ്റി അഭിപ്രായപ്പെടുന്നത്, അല്ലേ? അപ്പോൾ എത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആദ്യം നമുക്ക് ഒന്നിനെ കുറിച്ചും യാതൊരു വിധത്തിലുള്ള അറിവുമില്ല, നേച്ചറിനെ കുറിച്ചോ അവിടെ നടക്കുന്ന ഫിനോമിനാസിനെ കുറിച്ചോ യാതൊരു വിധത്തിലുള്ള അറിവുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺട്രോളിലല്ലാത്ത വിഷയങ്ങളെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വേർഡാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യും, അത് ദൈവത്തിൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇദ്ദേഹം ഫസ്റ്റ് സ്റ്റേജായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീച്ചറിലാണ് എന്ന് നമ്മൾ സൊസൈറ്റി ആദ്യമായിട്ട് വിശ്വസിക്കും. കാരണം അവിടെ പരീക്ഷണങ്ങളോ നിരീക്ഷണങ്ങളോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ സേഫ് ആയിട്ടുള്ള സോണിൽ ഇരുന്നു കൊണ്ട് ഒരു കാര്യത്തെ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒന്നാമത്തെ സ്റ്റേജിൽ. രണ്ടാമത്തെ സ്റ്റേജിൽ കുറച്ചുകൂടെ കടന്ന് ചിന്തിച്ചുകൊണ്ട്, അതായത് എന്തോ ഒരു കോസ് ആൻഡ് എഫക്റ്റ് ഉണ്ട്, അല്ലെ? ഒരു എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിന് എന്തോ ഒരു കോസ് ഉണ്ട് എന്നുള്ളൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയയിലേക്ക് നമ്മൾ എത്തുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, മെറ്റാഫിസിക്കൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കാര്യത്തെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ വേണം, ഒബ്സർവേഷൻ വേണം, മെഷർമെൻറ്റ്സ് വേണം, ഫാക്ട്സ് വേണം. ഓക്കെ, എങ്കിലാണ് ഒരു സൊസൈറ്റി ഒരു നോളേജിനെ വിശ്വസിക്കൂ എന്നുള്ളതാണ് പോസിറ്റീവ് എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു പുസ്തകമാണ് സിസ്റ്റം ഓഫ് പോസിറ്റീവ് പൊളൈറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകം. 1851 1854 ഇടയിലാണ് ഈ പുസ്തകത്തിൻ്റെ വോള്യൂംസ് ഒക്കെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇറ്റ് ഫോക്കസസ് ഓൺ അപ്ലൈയിങ് പോസിറ്റിവിസം ടു സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ്. ഈ പോസിറ്റിവിസം എന്ന് പറയുന്ന ഈ കാഴ്ചപ്പാട് ഒരു സമൂഹത്തിലേക്കും സമൂഹത്തെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്കും പൊളിറ്റിക്സിലേക്കും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള എഴുത്താണ് ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ ഐഡിയ ഓഫ് സോഷ്യോളജി ആസ് എ സയൻസ് എന്നുള്ളതുമാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. ദെൻ മൂന്നാമത്തെ ഒരു പുസ്തകമാണ് ഡിസ്കോഴ്സ് ഓൺ ദ പോസിറ്റീവ് സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം. വളരെ പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച്, ഈ ഒരു പോസിറ്റിവിസ്റ്റിക് ആയിട്ടുള്ള തിങ്കിങ്ങിനെ കുറിച്ച് വളരെ ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ തന്നെ ക്ലാരിഫൈസ് ദ സയൻറ്റിഫിക് മെത്തേഡ് ആൻഡ് റോൾ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ ഈ ഒബ്സർവേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നൊരു പുസ്തകം കൂടിയാണ് ഈ പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു പുസ്തകമാണ് 1848 പബ്ലിഷ് ചെയ്യപ്പെട്ട ജനറൽ വ്യൂ ഓഫ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. അതായത് ജനറൽ വ്യൂ ഓഫ് പോസിറ്റിവിസം എന്ന് പറയുമ്പോൾ ആ ഒരു ടേം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ജനറൽ ആയിട്ടുള്ള റീഡേഴ്സിന് എന്താണ് പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ലിങ്ക് സയൻസ് വിത്ത് സോഷ്യൽ പ്രോഗ്രസ്. ഈ സയൻസിനെ ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിനാവശ്യമായ ഘടനയിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചും ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി എന്താണ് പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലേ? പോസിറ്റിവിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് സോഴ്സ് ഓഫ് നോളേജ് എന്ന് പറയുന്നത് സയൻസ് ആണ്. അതിനെ ഒബ്സർവ് ചെയ്യുകയും മെഷർ ചെയ്യുകയും ടെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നോളേജിൽ മാത്രമേ നമ്മൾ വിശ്വസിക്കാവൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. ഇനി മീനിങ് ഓഫ് പോസിറ്റിവിസം ഇൻ ജോഗ്രഫിക്കകത്ത് പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് മീനിങ് ഫുൾ ആവുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പോസിറ്റിവിസം ഹോൾഡ്സ് ദാറ്റ് ഓൺലി ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ഫാക്ട്സ് ആർ വാലിഡ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നതും മെഷർ ചെയ്യാൻ കഴിയുന്നതുമായ നോളേജാണ് വാലിഡ് ആയിട്ടുള്ളത് എന്ന് അവർ പറയുന്നു. അതല്ലാത്ത ഒരു നോളേജിനെയും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം
എന്താ അപ്പോൾ നമ്മൾ പറയില്ലേ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഷറബിൾ അല്ല നമുക്കൊരിക്കലും. ആ മെഷറബിൾ അല്ലാത്ത സാധനം വാലിഡ് അല്ല എന്നാണ് പോസിറ്റിവിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. ദെൻ ഹ്യൂമൻ ഒപ്പീനിയൻസ്, വാല്യൂസ് ആൻഡ് ഇമോഷൻസ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം അനാലിസിസ്. ദാറ്റ് മീൻസ് പോസിറ്റിവിസം എന്ന് പറയുന്ന കാഴ്ചപ്പാട് കംപ്ലീറ്റ്ലി ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ന്യൂമറിക്കൽ ആണ്. ഒരിക്കലും മനുഷ്യൻ്റെ വികാരങ്ങൾക്കോ വിചാരങ്ങൾക്കോ ഒന്നും തന്നെ അതിനകത്തെ അനാലിസിസിൽ യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു തരത്തിൽ പോസിറ്റിവിസത്തിൻ്റെ അഡ്വാൻറ്റേജും മറ്റൊരു തരത്തിൽ പോസിറ്റിവിസത്തിൻ്റെ ഡിസഡ്വാൻറ്റേജും ആണ്. കാരണം ഹ്യൂമൻ എന്ന് പറയുന്നത് ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അല്ലേ. ഹ്യൂമൻ എന്ന് പറയുന്നത് നമ്മൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ്. അപ്പം നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ വാല്യൂസിനെയും ഒപ്പീനിയൻസിനെയും അഡ്രസ്സ് ചെയ്യാത്ത ഒരു അനാലിസിസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നു. ഇപ്പം കേരളത്തിലാണെങ്കിലും ഇപ്പം കേരയിൽ പോലുള്ള കുറേ പരിപാടികൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് മെഷർ ചെയ്ത് എല്ലാം നമ്മളത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ലാൻഡും അവരുടെ ഹൗസും സെറ്റിൽമെൻറ്റും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസിനെ നമ്മളവിടെ കൺസിഡർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റബിൾ ആണോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന ഒരു കാഴ്ചപ്പാടാണ് പോസിറ്റിവിസ്റ്റ് തിങ്കിങ്ങിൽ വരുന്നത്. ഓക്കെ, അപ്പം ഒരു ഡെവലപ്മെൻറ്റ് വരുന്ന സമയത്ത് അവിടെ നഷ്ടപ്പെടുന്ന, അപ്പം ലാൻഡ് നഷ്ടപ്പെടുന്ന, ബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന കുറേ ഹ്യൂമൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല എന്ന ഒരു കോൺസെപ്റ്റാണ് പോസിറ്റിവിസം എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് റിയാലിറ്റി ഈസ് കൺസിഡേർഡ് ഒബ്ജക്റ്റീവ് ആൻഡ് എക്സ്റ്റേണൽ ടു ദ റിസർച്ചർ എന്നുള്ളതാണ്. അതായത് പോസിറ്റിവിസത്തെ സംബന്ധിച്ച് അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്സ് എക്സിസ്റ്റ് ആസ് ദേ ആർ എന്നുള്ളതാണ്, വെദർ വി നോട്ടീസ് ദം ഓർ നോട്ട്. ഓക്കെ, നമ്മളത് നോട്ടീസ് ചെയ്താലും ഇല്ലെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒബ്സർവ് ചെയ്താലും ഇല്ലെങ്കിലും ഇവിടെ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാവും, റിവർ ഫ്ലോ ചെയ്യും അല്ലേ. അപ്പോൾ അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നു. നമ്മൾ ഒബ്സർവ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് അതിന് യാതൊരു വിധത്തിലുള്ള അതിൻ്റെ ഫിനോമിനയിൽ യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും വരാൻ സാധ്യതയില്ല എന്നും പോസിറ്റിവിസം സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ജോഗ്രഫിക്കൽ ഫിനോമിന ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് യൂസിങ് സയൻറ്റിഫിക് മെത്തേഡ്സ് എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. ഓക്കെ, അപ്പം ജോഗ്രഫിക്കൽ ഫിനോമിനാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇമോഷൻസിനെയും വാല്യൂസിനെയും ഒപ്പീനിയൻസിനെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മെഷറബിൾ ആൻഡ് ഒബ്സർവബിൾ ആയിട്ടുള്ള ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഒരു ജോഗ്രഫിക്കൽ ഫിനോമിനയെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനെന്നും പോസിറ്റിവിസം പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, കാഴ്ചപ്പാട് ശാസ്ത്രീയമായിട്ടുള്ള നോളേജുകളെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. മെഷറബിൾ ആയിട്ടുള്ള ഒബ്സർവബിൾ ആയിട്ടുള്ള ഫാക്റ്റുകളെ മാത്രമാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പല ഫിനോമിനാസിനെയും എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു അനാലിസിസ് ആണ് പോസിറ്റിവിസം എന്ന് പറയുന്ന കാഴ്ചപ്പാടിൻ്റേത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി പ്രധാനമായിട്ടും പ്രിൻസിപ്പിൾസ് ഓഫ് പോസിറ്റിവിസം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 5 പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ഇതിനകത്ത് പറയുന്നത്, 5 പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ സയൻറ്റിഫിക് നോളേജ് വാസ് ടു ബി ബേസ്ഡ് ഓൺ ഡയറക്റ്റ് ആൻഡ് ഇംപീരിക്കലി വെരിഫയബിൾ എക്സ്പീരിയൻസ് ഓഫ് റിയാലിറ്റി ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതായത് നമ്മൾ അനുഭവിച്ചറിയുന്നതായിരിക്കണം സയൻറ്റിഫിക് നോളേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ്. ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വെരിഫയബിൾ ആയിരിക്കണം, നമ്മൾ ആ പറയുന്ന കാര്യം നമുക്ക് വെരിഫയബിൾ ആയിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ആദ്യമായിട്ട് വരുന്നത്. There should be a unified scientific method or la certitude that is acceptable to all the sciences എന്നുള്ളതാണ്. അപ്പം ഇവിടെ la certitude എന്ന വാക്ക് ഒരു ഫ്രഞ്ച് ടേമാണ്. അദ്ദേഹം ഫ്രഞ്ചിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ടേമുകൾ കൂടി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് മെത്തേഡ് ആയിരിക്കണം ഈ നോളേജ് എന്ന് പറയുന്ന ഒരു കാര്യം. ദെൻ മൂന്നാമത്തെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാ പ്രിസൈസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് സയൻറ്റിഫിക് തിയറീസിന് ഇപ്പം ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഓഫ് ഫോർമുലേറ്റിംഗ് സയൻറ്റിഫിക് തിയറീസ് ദാറ്റ് കുഡ് ബി സബ്ജക്റ്റ് ടു ഇംപീരിക്കൽ ടെസ്റ്റിംഗ് ആൻഡ് യൂട്ടിലൈസ് ഇറ്റ് ഫോർ പ്രപ്പോസിങ് യൂണിവേഴ്സൽ ലോസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഐഡൻറ്റിഫൈ ചെയ്യുന്ന നോളേജ് എന്ത് ചെയ്യണം,
അത് ടെസ്റ്റ് ചെയ്യാനും യൂണിവേഴ്സലി അത് അക്സെപ്റ്റ് ചെയ്യാനും കഴിയണം എന്നുള്ളതാണ് ലാ പ്രിസൈസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഒരു സയൻറ്റിഫിക് തിയറി ആണെങ്കിലും ഒരു നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ, അത് ഇമ്പീരിക്കലി ടെസ്റ്റ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടത്. ഒരു കോമൺ ഒബ്ജക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതും, അതായത് യൂണിവേഴ്സൽ ലോ പ്രപ്പോസ് ചെയ്യുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു കാപ്പബിലിറ്റി ആ നോളേജിന് ഉണ്ടാവണം എന്നുള്ളതുമാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നാലാമത്തെ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇമ്പീരിക്കലി വെരിഫയബിൾ തിയറീസ് സോ ഡെവലപ്ഡ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ടെൻറ്റ് ഓഫ് ലാ യൂട്ടിലെ എന്നുള്ളൊരു ടേമാണ്. യൂട്ടിലെ ഇൻ ദ സെൻസ് യൂട്ടിലിറ്റി. അപ്പം ഇത്തരത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ടുള്ള നോളേജ് ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് യൂസ്ഫുൾ ആയിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അതിനകത്ത് വരുന്നത്. ദെൻ അഞ്ചാമതായിട്ട് വരുന്നൊരു ടേമാണ് ലാ റിലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം ശാസ്ത്രീയമായിട്ടുള്ള നോളേജുകൾക്ക് ഒരു അവസാനം ഉണ്ടാവില്ല. ഓക്കെ, അതിന്മേൽ വീണ്ടും പഠനങ്ങൾ നടന്ന് പുതിയതായിട്ടുള്ള മനുഷ്യൻ്റെ പുതിയ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള, അവൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റിന് ഉതകുന്നതായിട്ടുള്ള പലതരത്തിലുള്ള ഘട്ടങ്ങളും എന്ത് ചെയ്യണം, ഒരു പ്രോഗ്രസ്സും ഓരോ കാലഘട്ടം കഴിയും തോറും ആ നോളേജിനകത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം തുടക്കത്തിൽ എർത്തിൻ്റെ ഷേപ്പ് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു വലിയൊരു പഠനങ്ങൾക്ക് അല്ലേ, അതിൻ്റെ ഒരു യൂണിവേഴ്സിൻ്റെ തിയറീസ് ഒറിജിൻ ചെയ്യുന്ന ആ ഒരു ഘട്ടം വരെ വന്നെത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള ചില ചോദ്യങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള നോളേജ് ഒരിക്കലും എന്ത് ചെയ്യരുത്, അവസാനിക്കരുത്. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചും അതിനകത്ത് പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ ഇതിൻ്റെ പ്രിൻസിപ്പിൾസിനെ ഇങ്ങനെ ഈ സ്ക്രീനിൽ കാണുന്ന തരത്തിൽ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സെർട്ടിറ്റ്യൂഡ്, പ്രിസിഷൻ, യൂട്ടിലിറ്റി, ഒബ്ജക്റ്റിവിറ്റി, റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. സെർട്ടിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പ്രധാനപ്പെട്ട പോസിറ്റിവിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം ആ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പം ഒരു സോഴ്സ് ഓഫ് നോളേജ് അല്ലെങ്കിൽ നോളേജ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള 5 ഘട്ടങ്ങളാണ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് ഇതിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തത് ലാ സെർട്ടിറ്റ്യൂഡ്, സെർട്ടൈനിറ്റി ഓഫ് നോളേജ്. പ്രസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്ട്നെസ് ആൻഡ് അക്യുറസി. യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോളേജ് സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിരിക്കണം, യൂസ്ഫുൾനെസ് ഫോർ സൊസൈറ്റി. ഒബ്ജക്റ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം ഫ്രം ബയാസ് ആണ്. ഓക്കെ, ദെൻ റിലേറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളേജ് ഈസ് നോട്ട് അബ്സല്യൂട്ട് എന്നാണ് പറയുന്നത്. അപ്പം നോളേജ് ഒരിക്കലും ഒരു അബ്സല്യൂട്ട് അല്ല, അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചും അതിനകത്ത് പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിനെയും പോസിറ്റിവിസം എന്ന കാഴ്ചപ്പാട് പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാഴ്ചപ്പാട് 1920 ആവുമ്പോഴത്തേക്കും ഈ ഓഗസ്റ്റ് കൊമറ്റയുടെ ഈ പോസിറ്റിവിസം എന്ന് പറയുന്ന കാഴ്ചപ്പാട് ചെറിയ ചില മാറ്റങ്ങൾക്ക് വിധേയമാകുകയും ഈ ഒരു മാറ്റങ്ങൾ നടത്തിയ സയൻറ്റിസ്റ്റ് എല്ലാവരും കൂടി ചേർന്ന് വിയന്ന സർക്കിൾ എന്ന് പറയുന്ന ഒരു സർക്കിൾ രൂപീകരിക്കുകയും ചെയ്യാണ്. ഓക്കെ, അവരെ തന്നെ ലോജിക്കൽ പോസിറ്റിവിസ്റ്റ്, ഞങ്ങൾ ലോജിക്കൽ പോസിറ്റിവിസ്റ്റ് ആണ് എന്ന് വിളിക്കുന്നു. ഇവർ കൊമറ്റയുടെ ആശയങ്ങളിൽ നിന്നും പല കാര്യങ്ങളിലും വലിയൊരു വ്യതിയാനം സംഭവിച്ചിട്ട് രൂപീകൃതമായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞരുടെ കൂട്ടമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു സർക്കിൾ രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ജർമ്മൻ ഫിലോസഫർ ആയിരുന്ന മോറിറ്റ്സ് ഷ്ലിക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, മോറിറ്റ് ഷ്ലിക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. ദെൻ ഇതിനെ വളരെയധികം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് റുഡോൾഫ് കർണ എന്ന് പറയുന്നത്. ഓക്കെ, ദേ അപ്ഹെൽഡ് ദ വ്യൂ പോയിന്റ് ദാറ്റ് some knowledge could also be gained without relying on experience through formal logic and pure mathematics. അപ്പോൾ ചില കാര്യങ്ങൾ ഒരു എക്സ്പീരിയൻസിന് അപ്പുറത്തേക്ക് ചില ലോജിക്സും മാത്തമാറ്റിക്സും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് കുറച്ചുകൂടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നോളേജാണ് ആരുടെ, ഈ ലോജിക്കൽ പോസിറ്റിവിസ്റ്റിൻ്റെ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഓഗസ്റ്റ് കൊമറ്റെ പുട്ട് ഫോർവേഡ് ചെയ്ത പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനകത്ത് 1920കളിൽ ചെറിയ ചില ചേഞ്ചസ് വരുന്നു. ഈ ചേഞ്ചസ് വരുത്തിയ ആളുകളുടെ ഒരു ഗ്യാങ് ആണ് വിയന്ന സർക്കിൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഈ വിയന്ന സർക്കിളിലുള്ള ആളുകൾ അവരെ തന്നെ ലോജിക്കൽ പോസിറ്റിവിസ്റ്റ് എന്ന ഒരു ടേമാണ് കൊടുക്കുന്നത്. കാരണം ഇവരെ സംബന്ധിച്ച് നോളേജ് എന്ന് പറയുന്നത് ലോജിക്കൽ ആയിരിക്കണം. ഓക്കെ, ലോജിക്കൽ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്,
മഴ പെയ്യുന്നത് ദൈവാനുഗ്രഹം കൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും വെരിഫയബിൾ അല്ല. ഓക്കെ, അത് ലോജിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, അത് വാലിഡ് അല്ലാത്തൊരു നോളേജ് ആയിട്ടാണ് ലോജിക്കൽ പോസിറ്റിവിസ്റ്റ് കാണുന്നത് എന്നുള്ളതാണ്. ദെൻ അപ്പം എന്താണ് ഈ പോസിറ്റിവിസം ആൻഡ് ലോജിക്കൽ പോസിറ്റിവിസം തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. പോസിറ്റിവിസം 19ാം നൂറ്റാണ്ടിലാണ് രൂപീകൃതമാകുന്നത്. ലോജിക്കൽ പോസിറ്റിവിസം 20th സെഞ്ച്വറിയിലാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട തിങ്കേഴ്സ്, പോസിറ്റിവിസത്തിന്റെ പ്രധാനപ്പെട്ട തിങ്കർ ഓഗസ്റ്റ് കൊമറ്റയാണ്. ലോജിക്കൽ പോസിറ്റിവിസത്തിന്റെ പ്രധാനപ്പെട്ട പ്രൊപ്പണന്റ് അല്ലെങ്കിൽ തിങ്കർ എന്ന് പറയുന്നത് മോറിറ്റ് ഷിൽക്ക് ആൻഡ് അതുപോലെ തന്നെ റുഡോൾഫ് കർണ തുടങ്ങിയ വ്യക്തികളാണ്. അപ്പം പോസിറ്റിവിസത്തിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഡിസ്കവർ ജനറൽ ലോസ് ഓഫ് സൊസൈറ്റി ആൻഡ് നേച്ചർ ആണ്. പക്ഷെ ലോജിക്കൽ പോസിറ്റിവിസത്തിന്റെ എസ്റ്റാബ്ലിഷ് മീനിങ് സയന്റിഫിക് നോളേജ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് അവർ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ പോസിറ്റിവിസം ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ്. ലോജിക്കൽ പോസിറ്റിവിസ്റ്റ് ആണെങ്കിൽ ഒബ്സർവേഷൻ, ലോജിക് പ്ലസ് മാത്തമാറ്റിക്സ് ആണ് ഒരു നോളേജ് അക്സെപ്റ്റ് ചെയ്യാനുള്ള അവരുടെ പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ നോളേജിലുള്ള അഭിപ്രായം എന്താണെന്ന് നോക്കാം. പോസിറ്റിവിസം എന്ന് പറയുന്നത് ഫാക്റ്റ് ആണ് നോളേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാനും മെഷർ ചെയ്യാനും ഒക്കെ കഴിയുന്ന ഫാക്റ്റിനെ പോസിറ്റിവിസം നോളേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പറയുമ്പം വെരിഫയബിൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ഓക്കെ, വെരിഫയബിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ മാത്രമാണ് അവരെന്ത് ചെയ്യുക, അതൊരു നോളേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ പോസിറ്റിവിസം പിന്നീട് ക്വാണ്ടിറ്റേറ്റീവ് റെവല്യൂഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് പിന്തുണയേകി എന്നുള്ളതാണ്. ലോജിക്കൽ പോസിറ്റിവിസം സ്പേഷ്യൽ സയൻസ് ആൻഡ് മോഡലിംഗ് എന്ന് പറയുന്ന കുറേ കാഴ്ചപ്പാടുകൾ ജോഗ്രഫിക്കകത്ത് ഉരുത്തിരിഞ്ഞു വരുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ പോസിറ്റിവിസത്തിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ഇംപീരിയലിസമാണ്, എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പറയുമ്പം ഒരു പ്രിൻസിപ്പിൾ വെരിഫിക്കേഷൻ ആണ്. ഇത് വെരിഫയബിൾ ആണോ എന്നുള്ളതാണ്. മാത്തമാറ്റിക്കൽ നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വെരിഫയബിൾ ആണോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് ലോജിക്കൽ പോസിറ്റിവിസം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ജോഗ്രഫിയിൽ എങ്ങനെയാണ് പോസിറ്റിവിസം വന്നത്, അതുമായി പോസിറ്റിവിസം വന്നതിന് ശേഷം ജോഗ്രഫിക്കകത്തുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 19ാം നൂറ്റാണ്ടോട് കൂടിയാണ് പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജോഗ്രഫിക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പം ഇത് ജോഗ്രഫിയെ നോമോതെറ്റിക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയായിട്ട് വളരുന്നതിന് സഹായിച്ചിട്ടുണ്ട്. അപ്പം നോമോതെറ്റിക് എന്ന് പറയുമ്പം ജനറൽ ലോസ് ആൻഡ് പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു ലോ മേക്കിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നോമോതെറ്റിക് എന്ന് പറയുന്നത്. അപ്പം ഈ നോമോതെറ്റിക് ആൻഡ് ഐഡിയോഗ്രാഫിക് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഐഡിയോഗ്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഒരു ഒന്നിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഒരു ശാസ്ത്രത്തെയാണ് നമ്മൾ ഐഡിയോഗ്രാഫിക് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. നോമോതെറ്റിക് ആവുന്ന സമയത്ത് ഒരു ജനറൽ ആയിട്ടുള്ള ലോസ് ആൻഡ് പാറ്റേൺസിനെ ഇതാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ലോസ് ആൻഡ് പാറ്റേൺസിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇമ്പാക്റ്റ് ഒരു ഡാർവിൻ്റെ ട്രഡീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ കുറേ ട്രഡീഷൻസ്, അദ്ദേഹത്തിൻ്റെ കുറേ കാഴ്ചപ്പാടുകൾ പുട്ട് ഫോർവേഡ് ചെയ്യുകയുണ്ടായി. ഈ പുട്ട് ഫോർവേഡ് ചെയ്ത കോൺസെപ്റ്റുകളാണ് പലതരത്തിലുള്ള മാറ്റങ്ങൾക്കും പിന്നീട് ജോഗ്രഫിയിൽ വഴിവെച്ചത് എന്നുള്ളതാണ്. അപ്പം ഇത്തരം മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഷെയ്ഫർ എന്ന് പറയുന്നത്. അപ്പം ഷെയ്ഫറിനെ നമുക്ക് ഓൾറെഡി അറിയാം, സ്കൂൾ ഓഫ് തോട്ട്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഷെയ്ഫറിനെ കുറിച്ച്. കാന്തിൻ്റെ എക്സെപ്ഷനലിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെ വളരെയധികം ഒപ്പോസ് ചെയ്തൊരു വ്യക്തിയാണ് ഷെയ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എക്സെപ്ഷനലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് എക്സെപ്ഷനലിസം. ജോഗ്രഫിയും ഹിസ്റ്ററിയും ബാക്കിയുള്ള സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് വളരെയധികം യുണീക്കാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് എക്സെപ്ഷനലിസം എന്ന് പറയുന്നത്. അപ്പം കാന്തിൻ്റെ ഈ എക്സെപ്ഷനലിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെ ഒപ്പോസ് ചെയ്തൊരു വ്യക്തിയാണ് ഷെയ്ഫർ എന്ന് പറയുന്നത്. അപ്പം ഷെയ്ഫറുടെ നേതൃത്വത്തിലാണ് പോസിറ്റിവിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഏറ്റെടുത്തുകൊണ്ട് പലതരത്തിലുള്ള മാറ്റങ്ങളും ജോഗ്രഫിക്കകത്ത് വന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഷെയ്ഫർ ചെയ്തൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സ്പേഷ്യൽ ഓർഗനൈസേഷൻ പാരഡിം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്തു എന്നുള്ളതാണ്. അതായത് സ്പേഷ്യൽ ഓർഗനൈസേഷൻ പാരഡിം എന്ന് പറയുന്ന സമയത്ത് ഒരു സ്പേഷ്യൽ ഓർഗനൈസേഷനാണ് അവിടെ നടക്കുന്നത്. അതായത് സ്പേഷ്യൽ ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനോമിന എങ്ങനെയാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഒരു സ്പേസിനകത്ത് ഒരു ഫിനോമിന എങ്ങനെയാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് സ്പേഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പേഷ്യൽ ഓർഗനൈസേഷൻ പാരഡിം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തത് ഷെയ്ഫർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജോഗ്രഫിക്കകത്ത് ഒരു തിയററ്റിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റെവല്യൂഷനെ എൻഹാൻസ് ചെയ്യുന്നതിന് വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ജോഗ്രഫിക്കകത്ത് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഒരു നേതൃത്വം കൊടുത്തത് ഷെയ്ഫറാണ്. ഷെയ്ഫറുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ് സ്പേഷ്യൽ ഓർഗനൈസേഷൻ പാരഡിം എന്ന് പറയുന്നത്. ഈ സ്പേഷ്യൽ ഓർഗനൈസേഷൻ പാരഡിം ജോഗ്രഫിയിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റെവല്യൂഷൻ, ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതിന് കാരണമായി എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തത് വില്യം ബഞ്ചാണ്. അദ്ദേഹത്തിൻ്റെ തിയററ്റിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു പുസ്തകം 1962 ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു പുസ്തകവും ജോഗ്രഫിക്കകത്ത് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതായത് ഒരു സ്പേസിനെ മാത്തമാറ്റിക്കലി ആൻഡ് ജോമെട്രിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തിയററ്റിക്കൽ ജോഗ്രഫിയാണ്. ഓക്കെ, അപ്പം ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സയൻസിനകത്ത് അതിൻ്റെ സ്പേഷ്യൽ റിലേഷൻഷിപ്പിനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ജോമെട്രിയും മാത്തമാറ്റിക്സ് ഓഫ് സ്പേസും ഇൻട്രൊഡ്യൂസ് ചെയ്തത് തിയററ്റിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിലാണ്. ദെൻ അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് സ്പേസ് എന്ന് പറയുന്നൊരു ടേമും ഈ ഒരു കാലഘട്ടത്തിലാണ് വളരെയധികം പോപ്പുലറൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, then അടുത്തത് the most important theoretical development that fundamentally incorporated the philosophy of positivism was the locational analysis of Peter Heggett. ഓക്കെ, അപ്പോൾ ഷെയ്ഫറിൻ്റെ സ്പേഷ്യൽ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ലൊക്കേഷണൽ അനാലിസിസും സ്പേഷ്യൽ ഓർഗനൈസേഷനും അതുപോലെ തന്നെ വില്യം ബഞ്ചിൻ്റെ തിയററ്റിക്കൽ ജോഗ്രഫി അല്ലെങ്കിൽ ഒരു സ്പേഷ്യൽ റിലേഷൻഷിപ്പിനെ ജോമെട്രിക്കലി ആൻഡ് മാത്തമാറ്റിക്കലി അനലൈസ് ചെയ്യലും കഴിഞ്ഞതിന് ശേഷം ജോഗ്രഫിക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ലൊക്കേഷണൽ അനാലിസിസ്. പീറ്റർ ഹെഗ്ഗറ്റ് ആണ് ലൊക്കേഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് 1965 പബ്ലിഷ് ചെയ്യപ്പെട്ട ലൊക്കേഷണൽ അനാലിസിസ് ഇൻ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ് ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജോഗ്രഫിയിൽ ധാരാളമായിട്ടുള്ള തിയറികളും മറ്റും വന്നിട്ടുണ്ട്. അതായത് സെൻട്രൽ പ്ലേസ് തിയറി, ഓഗസ്റ്റ് ലോഷ് സെൻട്രൽ പ്ലേസ് തിയറി ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിരുന്നു 1954. അദ്ദേഹത്തിൻ്റെ ഓഗസ്റ്റ് ലോഷിൻ്റെ സെൻട്രൽ പ്ലേസ് തിയറി ഈ ഒരു ലൊക്കേഷണൽ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ദെൻ അതേപോലെ തന്നെ ഗ്രാവിറ്റി മോഡൽ, സ്റ്റുവർട്ട് ആൻഡ് വാർണറ്റ്സിൻ്റെ ഗ്രാവിറ്റി മോഡൽ, അതുപോലെ തന്നെ ഹേഗർസ്റ്റാൻഡിൻ്റെ ഡിഫ്യൂഷൻ തിയറി, ഇതൊക്കെ തന്നെ ഈ ലൊക്കേഷണൽ അനാലിസിസിൻ്റെ ബേസിലായിരുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കറിയാമെങ്കിൽ സെൻട്രൽ പ്ലേസ് തിയറി ആദ്യമായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്തത് ആരാണ് എന്നുള്ള ഒരു ടേം ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇതിനകത്ത് പിന്നീട് വന്ന ഒരു കാഴ്ചപ്പാടാണ് സിസ്റ്റം തിയറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പോസിറ്റിവിസം വന്നതോടുകൂടി ജോഗ്രഫിക്കകത്ത് സ്പേഷ്യൽ ഓർഗനൈസേഷൻ തിയറീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലൊക്കേഷണൽ അനാലിസിസ് തിയറീസ് വരുന്നുണ്ട്, സ്പേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. ഇനി അടുത്താണ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സെറ്റ് ഓഫ് ഇന്റർ റിലേറ്റഡ് കോമ്പണൻസിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് ഒരു ഹോളായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അതിനകത്തുള്ള കോമ്പണൻസ് പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പണൻസിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഈ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജോഗ്രഫിക്കകത്ത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു റിച്ചാർഡ് ചോർലിയാണ്. ഓക്കെ, അപ്പം ഒരു സിസ്റ്റം, ഈ ജനറൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജോഗ്രഫിക്കകത്ത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റിച്ചാർഡ് ചോർലിയാണ്. ഇദ്ദേഹത്തിൻ്റെ ജിയോമോർഫോളജി ആൻഡ് ജനറൽ സിസ്റ്റം തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് 1962 ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഓക്കെ, ജിയോമോർഫോളജി ആൻഡ് ജനറൽ സിസ്റ്റം തിയറി എന്ന് പറയുന്ന ഒരു പുസ്തകം 1962 പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഈ പുസ്തകത്തിലാണ്
കോൺസെപ്റ്റ് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ജിയോഗ്രഫിക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ ഇതിന് ശേഷം വരുന്ന പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് ഡേവിഡ് ഹാർവേയുടെ എക്സ്പ്ലനേഷൻസ് ഇൻ ജോഗ്രഫി എന്ന് പറയുന്നത്. 1969 ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഹി സെഡ് ദാറ്റ് റിയാലിറ്റി ഈസ് മേഡ് അപ്പ് ഓഫ് കോംപ്ലക്സ് ഫിനോമിന. അതായത് ഒരു റിയാലിറ്റി, ഇപ്പം എന്തെങ്കിലും ഒരു ഫിനോമിന ആയിക്കോട്ടെ, ഇതൊരു വളരെ കോംപ്ലക്സ് ആണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ഹൗ ഡിഫറെൻറ്റ് തിങ്സ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ എന്നുള്ളത്. അപ്പം ഡേവിഡ് ഹാർവേ അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഇൻ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ പുസ്തകത്തിൽ പറയുന്നത് ഒരു ജോഗ്രഫിക്കൽ റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫിനോമിനയാണ്. പ്രത്യേകിച്ച് ഇവ പരസ്പരം എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നു. ഹവർ ദസ് കോംപ്ലക്സിറ്റീസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ യൂസിങ് സിസ്റ്റം അനാലിസിസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോഗ്രഫിക്കകത്ത് സിസ്റ്റം അനാലിസിസ് യൂസ് ചെയ്യുന്നതെന്നും ഡേവിഡ് ഹാർവേ അഭിപ്രായപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അക്കോർഡിംഗ് ടു ഹാർവേ എവ്രി സിസ്റ്റം ഹാസ് എ 3 മെയിൻ പാർട്സ്. എല്ലാ സിസ്റ്റത്തിനും 3 പ്രധാനപ്പെട്ട പാർട്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് സ്ട്രക്ചർ, ഫങ്ഷൻ, ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പം ഈ 3 പാർട്സിലൂടെയാണ് എല്ലാ സിസ്റ്റവും കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുമ്പം ദ എലമെൻറ്റ് ഓഫ് ദി സിസ്റ്റം ഹൗ ദേ ആർ റിലേറ്റഡ് എന്നുള്ളതാണ്. എങ്ങനെ സ്ട്രക്ചർ എന്ന് പറയുമ്പം ആ സിസ്റ്റത്തിനകത്ത് ഓരോ ഘടകങ്ങളും എങ്ങനെയാണ് പരസ്പരം റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് സ്ട്രക്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫ്ലോ ഓർ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദി എലമെൻറ്റ്സ്. അപ്പോൾ അതിനകത്ത് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓരോ കണ്ടൻറ്റും എങ്ങനെയാണ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് എന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോയാണ് ഫങ്ഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം ഓരോ കാലഘട്ടത്തിനനുസരിച്ചും എങ്ങനെയാണ് ഈ സ്ട്രക്ചറിൻ്റെയും ഫങ്ഷൻ്റെയും കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഡെവലപ്മെൻറ്റ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, ഹാർവേ ബിലീവ്ഡ് ദാറ്റ് ജോഗ്രഫിക്കൽ ഫിനോമിന ക്യാൻ ബി scientifically explained by studying their system, relationship and changes over time എന്നാണ് പറയുന്നത്. അപ്പം ഒരു ജോഗ്രഫിക്കൽ ഫിനോമിനയെ ഒരു സിസ്റ്റത്തിനകത്ത് പഠിക്കുന്നത് ഈ സ്ട്രക്ചറും ഫങ്ഷനും ഡെവലപ്മെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പം അതെങ്ങനെയാണ് ഓരോ ഘടകങ്ങളും അതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ്, ഇതെങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഡെവലപ്പായി വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഹാർവേ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഏതൊരു കോൺസെപ്റ്റ് ആണെങ്കിലും, അപ്പോൾ ഏതൊരു ആശയമാണെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പം അതിനകത്ത് കുറേ ക്രിറ്റിസിസംസ് വരും. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഈ പോസിറ്റിവിസം എന്ന് പറയുന്ന ഈ കാഴ്ചപ്പാടിനകത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്രിറ്റിസിസമാണ് ഹ്യൂമൻ വാല്യൂസ് ആൻഡ് ഇമോഷൻസിനെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻസിനെ മറ്റ് ഭൂമിയിലെ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് തന്നെ അവൻ്റെ ഇമോഷൻസ്, ആ തിരിച്ചറിവിനുള്ള ഒരു കഴിവാണ്. ഓക്കെ, അപ്പം ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇമോഷൻസും വാല്യൂസും ഒക്കെ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പം അത്തരത്തിൽ ഒരു ഹ്യൂമൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു ഘടകത്തെ തന്നെ പോസിറ്റിവിസം ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഒരു ജോഗ്രഫിക്കൽ ഫിനോമിനയെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഫിനോമിനയുടെ ഒരു ഹ്യൂമൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അതായത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഫിനോമിനയെ അനലൈസ് ചെയ്യാൻ പോസിറ്റിവിസം ശ്രമിക്കുന്നത് എന്നുള്ളത് ഒരു പരാജയമായിട്ട്, അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള ഒരു ക്രിറ്റിസിസമായിട്ട് നമ്മൾ കരുതുന്നതാണ്. ദെൻ ക്വാണ്ടിഫിക്കേഷന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങൾക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്കൽ മോഡൽസ് യൂസ് ചെയ്യുന്നു എന്നുള്ളതും, അത് യഥാർത്ഥത്തിൽ ചില സോഷ്യൽ റിയാലിറ്റിയെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ന്യൂമറിക്കലി എപ്പോഴും പറ്റണമെന്നില്ല. ഓക്കെ, അപ്പം ഒരു സോഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്പേഴ്സിനും അപ്പുറമായിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ അതിനെ മനസ്സിലാക്കുന്നതിന് എല്ലാ ഘട്ടത്തിലും ഈ ക്വാണ്ടിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത് എഫക്റ്റീവ് അല്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ അടുത്തത് സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് ആണ്. അപ്പം ഒരു ഫിനോമിന എന്ന് പറയുന്നത് ആ ഫിനോമിനയുടെ ഹിസ്റ്ററിയും
ഹിസ്റ്ററിയും കൂടി ചേർന്നൊരു സംഭവമാണ് അല്ലേ. അപ്പം അത്തരത്തിൽ ഒരു ഹിസ്റ്ററിയെയും കൾച്ചറിനെയും ട്രഡീഷൻസിനെയും ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള ഒന്നാണ് എന്ന് ക്രിറ്റിസിസംസ് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് വാല്യൂ ഫ്രീ മിത്താണ്. അതായത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു റിസർച്ചർ ഒരു ഫിനോമിനയെ റിസർച്ച് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ റിസർച്ചറിൻ്റെ പ്രയോറിറ്റീസ് അതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രയോറിറ്റീസിനെ ഒഴിവാക്കുന്നതിന് കൂടി പോസിറ്റിവിസം പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിവിറ്റിയാണ് അവർ ഒരു നോളേജിൻ്റെ ബേസ് ആയിട്ട് പറയുന്നത്. അപ്പം ഒരിക്കലും എന്താവില്ല, ഒരു കംപ്ലീറ്റ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. റിസർച്ചേഴ്സ് ചോയ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ ആൻഡ് സോഷ്യൽ വാല്യൂസ് എന്നുള്ളതാണ്. അപ്പം ഒരു റിസർച്ച് ചെയ്യുന്ന ആളുകളുടെ ചോയ്സ് എപ്പോഴും എന്തായിരിക്കും, അവരുടെ സോഷ്യൽ വാല്യൂസിനെയും പേഴ്സണൽ ആയിട്ടുള്ള വാല്യൂസിനെയും ബേസ് ചെയ്ത് കൊണ്ടുള്ളതായിരിക്കും എന്നുള്ളതാണ്. ദെൻ അടുത്തത് മെക്കാനിക്കൽ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയുന്നുണ്ട്. അതായത് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു മെഷീനായിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം സോഷ്യൽ പ്രോബ്ലംസ് ആയിട്ടുള്ള പോവേർട്ടിയെ പോലുള്ള ഘടകങ്ങൾ അത്തരത്തിൽ മെക്കാനിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഒരു ഇനീക്വാലിറ്റി അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ടേമുകൾ നമുക്ക് എപ്പോഴും മെക്കാനിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറച്ച് വാല്യൂസ് ആൻഡ് ഇമോഷൻസും കൂടി വരുന്നുണ്ട്. അതും കൂടി കണക്ട് ചെയ്ത് പറയുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ പവർ കിട്ടുക. അപ്പം പോസിറ്റിവിസം എന്ന് പറയുന്ന ഈ ഒരു കാഴ്ചപ്പാട് ഇത്തരത്തിലുള്ള സൊസൈറ്റിയുടെ പ്രോബ്ലംസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ വളരെയധികം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു അഭിപ്രായവും ഇതിൻ്റെ ക്രിറ്റിസിസംസ് ആയിട്ട് വരാറുണ്ട്. ദെൻ അടുത്തത് റിജക്ഷൻ ഓഫ് മീനിങ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഓക്കെ, അപ്പം സബ്ജക്റ്റീവ് ആയിട്ടുള്ള മീനിങ്സിനെ റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഇതിൻ്റെ പോരായ്മകൾ പിന്നീട്, അതായത് സ്റ്റാറ്റിക് നേച്ചർ പോലുള്ള പ്രസൻറ്റ് പാറ്റേൺസിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന, ഹിസ്റ്റോറിക്കൽ ചേഞ്ചിനെ ഒന്നും ഫോക്കസ് ചെയ്യാത്ത, ഹ്യൂമൻ വാല്യൂസിന് പ്രാധാന്യം കൊടുക്കാത്ത ഇത്തരത്തിലുള്ള പോസിറ്റിവിസത്തിൻ്റെ ഒരു നേച്ചർ പിന്നീട് ജോഗ്രഫിക്കകത്ത് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളും ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് കാരണമായി എന്നുള്ളതാണ്. അപ്പം ബിഹേവിയറൽ ജോഗ്രഫി പോലെ, ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫി പോലെ, മാർക്സിസ്റ്റ് ജോഗ്രഫി പോലെ ഉള്ള കുറേ കാഴ്ചപ്പാടുകൾ ജോഗ്രഫിക്കകത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഇത്തരത്തിലുള്ള പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു പോരായ്മയാണ് എന്നാണ് പറയുന്നത്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റിവിസം മേഡ് ജോഗ്രഫി സയൻറ്റിഫിക് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്, ഫോക്കസിങ് ഓൺ സ്പേഷ്യൽ ലോസ് ആൻഡ് പ്രഡിക്ഷൻ, ബട്ട് ഇറ്റ് ഈസ് ലിമിറ്റഡ് ബൈ ഇറ്റ്സ് നെഗ്ലക്ട് ഓഫ് ഹ്യൂമൻ വാല്യൂസ് ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട്, ഒരു വേ ഓഫ് തിങ്കിങ് ജോഗ്രഫിയെ കുറച്ചുകൂടെ ശാസ്ത്രീയമാക്കുന്നതിലും വളരെ ന്യൂമറിക്കലി ഫിനോമിനാസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനുമൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളായ വാല്യൂസ് ആൻഡ് ഇമോഷൻസിനെ കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് തന്നെ പോസിറ്റിവിസം എന്ന് പറയുന്ന സബ്ജക്റ്റിന്, വേ ഓഫ് തിങ്കിങ്ങിന് ഒരുപാട് ക്രിറ്റിസിസംസ് നേരിടേണ്ടി വന്നു എന്നുള്ള ഒരു വിഷയമാണ് പറയുന്നത്. അപ്പം പോസിറ്റിവിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, എന്ത് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു നോളേജ് ആണെങ്കിൽ അത് ഒബ്സർവ് ചെയ്യുകയും മെഷർ ചെയ്യുകയും ഫാക്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പ്രൂവ് ചെയ്യുകയും കഴിയണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് പോസിറ്റിവിസം. അപ്പോൾ പോസിറ്റിവിസത്തിൻ്റെ പോരായ്മകൾ ജോഗ്രഫിയിൽ പുതിയ കുറേ കാഴ്ചപ്പാടുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമായി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പോസിറ്റിവിസത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.